ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ബറാത്ത് നോമ്പാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കിയാണ്. ഗായ്സ്, നമ്മൾ ലാസ്റ്റ് ഫുഡ് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കൂടുതൽ അവന് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറച്ച് എന്തോ ഈരോട് ചിക്കൻ അവനക്ക് എ സി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എ സി ഇടാൻ പറഞ്ഞപ്പോൾ അവൻ ദേഷ്യത്തിലാണ് കേട്ടോ ഗായ്സ്. പിന്നെ നമുക്ക് എന്താണിത് സമൂസയ്ക്കുള്ള സവാള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ എടുത്തുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റിഷുമോർക്ക് മാത്രം സമൂസയൊക്കെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ആസിമോർക്ക് വേണമെങ്കിൽ അപ്പം കഴിക്കും ചെയ്യും, അവൻ്റെ പറയാൻ പറ്റില്ല. അപ്പോൾ 5 സമൂസ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വത്തയ്ക്ക് ഒന്ന് ജ്യൂസ് അടിക്കണം. പിന്നെ നമുക്ക് വേറെ ഇപ്പോൾ ഗൈസ് ഇവിടെ വന്നു, ഹസ്ബൻഡ് വിളിച്ചു. അപ്പോൾ നമ്മൾ നിർത്തിച്ച് പോയതായിരുന്നു കേട്ടോ. പിന്നെ അതിലാണ് കോളിങ്ങിൻ്റെ വെല്ലടി കേൾക്കുന്നത്. പിന്നെ ഗൈസ് എന്താ വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം പകുതിയാക്കി നമുക്ക് ജ്യൂസ് അടിക്കാൻ വേറുള്ളതും. പിന്നെ ഇത് നമുക്ക് ഇനി വെറുതെ വേസ്റ്റ് ആകണ്ടല്ലോ, ബാക്കിയാവുമല്ലോ. അപ്പോൾ നമുക്ക് ഫുള്ള് ബത്തക്കൻ്റെ ആവശ്യം വന്നിട്ടില്ല. കുറച്ച് നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബത്തക്ക ജ്യൂസൊക്കെയുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ പാൽ മാത്രം ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ബത്തക്കയിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, തണ്ണിമത്തം പറയില്ല, തണ്ണിന്ന് കിട്ടുമല്ലോ. അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പിയിലേക്ക് അരിച്ചെടുക്കേണ്ട, അതിൻ്റെ കുരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പാലൊന്ന് മാത്രം മനസ്സിലാവട്ടെ, നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെന്താ ഫീസറിൽ വെച്ചു. പിന്നെ നമുക്ക് ഞാൻ ഋഷുവിനെ പറഞ്ഞപ്പോൾ ബ്രോസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിന്. അപ്പോൾ അവനക്കുള്ള ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ കളിക്കാൻ പോയി കേട്ടോ ഫുട്ബോൾ. നോമ്പ് തോറ്റും കൊണ്ട് കളി കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ശേഷം ബാങ്ക് കൊടുക്കണം. കുറച്ച് മുന്നേ അവൻ എത്തിയതുള്ളത്. കുളിച്ച് കയറുമ്പോൾ ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ കേട്ടോ. അതേപോലെ ആസിക്കുട്ടനിക്ക് കോഫി ഇഷ്ടം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഫി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൻ്റെ കോഫി ഞാൻ കുടിച്ച് നോക്കി. നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞു. ആദ്യമൊക്കെ ഞാൻ കോഫിയാണ് നോക്കിയത്, വെള്ളം കുടിച്ചതിന് ശേഷം. അപ്പോൾ ഞാൻ ജ്യൂസ് കുടിക്കുന്ന രീതിയിൽ അവൻ തിരക്ക് കൊടുക്കണം. എനിക്ക് ബ്രോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവനക്കുള്ള ബ്രോസ്റ്റ് ഞാൻ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് വേറെ എന്തോ ഒരു ക്യാലിനാണ് ഇരിക്കുന്നത്, ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഋഷി എപ്പോഴേക്കും ബ്രോസ്റ്റ് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊറാട്ടയ്ക്കുള്ള കറിയാണ് ഉണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടമാണ്. നോമ്പ് ഇറക്കുമ്പോൾ എനിക്ക് ഈ കറി ഞാൻ തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഇഷ്ടം ഈ കറി ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്നും ഡെയിലി ഉണ്ടാക്കുന്ന കറിയാണിട്ടത്. എനിക്ക് മാത്രമല്ല കുട്ടികളും കഴിക്കും. അവർക്ക് മുളക് ഇട്ടാണ് ഇഷ്ടം, ചിക്കനൊക്കെ. പിന്നെ ഞാനൊന്ന് ബ്രോസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. ലാസിക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടാ. വൈറ്റ് സാധനം ഉണ്ട്, ഇവിടെ നിർത്തോ. പിന്നെ ഋഷുദ കഴിച്ച് കഴിഞ്ഞു. ബത്തക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബത്തക്ക ലാസ്റ്റ്